കുഞ്ഞിനെ പോലെയാണ് എന്നെ സ്നേഹിച്ചത്. എനിക്ക് 2 പെൺമക്കൾ എന്നേ മണിച്ചേട്ടൻ പറയുമായിരുന്നുള്ളൂ. അത്രയും ഇഷ്ടമായിരുന്നു. കലാഭമണി ഓർമ്മയായിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും ആ വിയോഗം ഉണ്ടാക്കിയ വിങ്ങൽ ആണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ. 26 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് മണി നിമ്മിയെ താലി ചാർത്തിയത്. മണി ജീവിച്ചിരുന്നുവെങ്കിൽ 26 വർഷം സന്തോഷപൂർവ്വം ഇരുവരും ആഘോഷിക്കേണ്ടിയിരുന്ന ദിവസം. ഏകമകൾ ശ്രീലക്ഷ്മിക്കൊപ്പമാണ് ഇന്ന് നിമ്മി. മകളുടെ MBBS പഠനമാണ് നിമ്മിയുടെ പ്രതീക്ഷയും. പഠന ശേഷം ചാലക്കുടിയിൽ ആശുപത്രി തുടങ്ങുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. തന്റെ സഹോദരന്റെ വിവാഹവാർഷിക ദിനം ചേട്ടന്റെയും ചേട്ടത്തി അമ്മയുടെയും ചിത്രം പങ്കുവച്ചാണ് RLV എത്തിയത്. കലാഭവൻ മണിയുടെ മരണത്തിന് പിന്നാലെ നൽകിയ ഒന്നോ രണ്ടോ അഭിമുഖങ്ങൾ ഒഴിച്ചാൽ എവിടെയും നിമ്മി പിന്നെ എത്തിയിട്ടില്ല. മകളും ഒത്തു പാലക്കാടാണ് താമസം എന്നാണ് ഇവരെ അടുത്തറിയുന്നവർ പറയുന്നത്. മീനാക്ഷി ദിലീപിന്റെ പ്രായമാണ് മണിയുടെ മകൾക്കും. അച്ഛന്റെ മരണശേഷം മകൾ ഒരിക്കൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ആയിരുന്നു ശ്രീലക്ഷ്മി പങ്കിട്ടതെല്ലാം. മണിയുടെയും നിമ്മിയുടെയും തീർത്തും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പെണ്ണ് കാണാൻ ഒന്നും മണി പോയിട്ടില്ല. അപ്പോൾ ഈ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കലാഭമണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കഴിവുള്ള ഒരു നടനായിരുന്നു. പാട്ട് പാടാനായാലും വില്ലനായിട്ട് അഭിനയിക്കാനായാലും ഹാസ്യം ചെയ്യാനായാലും ഡാൻസ് കളിക്കാനായാലും എല്ലാത്തിനും കഴിവുള്ളൊരു നടനാണ്. വലിയ പണക്കാരനായിട്ട് വന്നാലും പാവപ്പെട്ടവനായിട്ട് വന്നാലും കൂലിപ്പണിക്കാരനായിട്ട് വന്നാലും എല്ലാം ചേരുന്ന ഒരു ശരീരമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു നടനെ നഷ്ടപ്പെട്ടത് വളരെ പെട്ടെന്നായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പോയി. അതുപോലെ തന്നെയാണ് മറ്റേ അനിൽ നെടുമങ്ങാട് എന്ന് പറഞ്ഞു. അനിൽ നെടുമങ്ങാട് ആ ഒരു നടനും അദ്ദേഹം മുങ്ങി മരിക്കൊണ്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു. അതിന്റെ പേര് അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അനിലാണോ മുരളിയാണോ എന്തോ. അദ്ദേഹം എഡിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പേരൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓർത്ത് പറയാണ് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം പെട്ടെന്നാണ് മരിച്ചത്. ഇവരുടെയൊക്കെ മരണം വളരെ വിലപ്പെട്ട താരങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. ചെറിയ നടന്മാരെയല്ല, വലിയ ഒരു നല്ല നിലയിൽ എത്തിയ സമയത്താണ് ഇവരൊക്കെ മരണത്തിന് കീഴടങ്ങുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ മരണം, ഈ മുങ്ങി മരണം, അദ്ദേഹം മറ്റേ ഈ പൃഥ്വിരാജിന്റെ ഒക്കെ സിനിമ ഉണ്ടല്ലോ, പൃഥ്വിരാജും ബിജുമേനോനൊക്കെ അഭിനയിച്ച അയ്യപ്പനും കോശിയും സിനിമയിലൊക്കെ നല്ല രീതിയിൽ വന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്, ആ പോലീസ് ഓഫീസറായിട്ടൊക്കെ. അപ്പോ വേറൊന്നും പറയുന്നില്ല, വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ടാറ്റ.